വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ജാമ്യ വ്യവസ്ഥ പ്രകാരം സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ കഴിയില്ലെന്ന് ഭീഷണി മുഴക്കി വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ അതിക്രമം. പോലീസുകാരെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത കാളികാവ് സ്വദേശി വിഷ്ണുപ്രസാദാണ് പിടിയിലായത്. മദ്യലഹരിയിലെത്തിയ പ്രതി സ്റ്റേഷൻ പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വധശ്രമ കേസ് ഉൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയായ കാളികാവ് പൂങ്ങോട് സ്വദേശി മഠത്തിൽ വിഷ്ണുപ്രസാദാണ് വണ്ടൂർ പോലീസിന്റെ പിടിയിലായത്. വധശ്രമ കേസിലെ ജാമ്യ വ്യവസ്ഥ പ്രകാരം തിങ്കളാഴ്ച സ്റ്റേഷനിലെത്തി ഒപ്പിടേണ്ടതായിരുന്നു ഇയാൾ. എന്നാൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വിളിച്ച പ്രതി താൻ ഒപ്പിടാൻ വരില്ലെന്ന് പോലീസിനെ അറിയിച്ചു. നിർബന്ധമായും ഹാജരാകണമെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയതോടെ ഫോണിലൂടെ അസഭ്യവർഷം തുടങ്ങി. ഇതിനു പിന്നാലെയാണ് പുലർച്ചെ 4 മണിയോടെ മദ്യലഹരിയിൽ ബൊലേറോ കാറിൽ ഇയാൾ സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിലെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത പ്രതി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പൂങ്ങോട് മരുതുങ്ങലിൽ യുവാവിനെ ജീപ്പിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ജില്ലാ സെഷൻസ് കോടതി ഇയാൾക്ക് കർശന ജാമ്യ വ്യവസ്ഥകൾ അനുവദിച്ചത്. ആഴ്ചയിൽ 2 ദിവസം വീതം പോലീസ് സ്റ്റേഷനിലും പ്രൊബേഷൻ ഓഫീസർക്ക് മുന്നിലും ഹാജരാകണമെന്നതായിരുന്നു കോടതി ഉത്തരവ്. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ ഇന്ന് വൈകുന്നേരത്തോടെ വാണിയമ്പലത്ത് വെച്ച് പോലീസ് സംഘം സാഹസികമായി പിടികൂടി. സിഐ സംഗീത് പുരത്തിൽ എസ്ഐമാരായ വിഷ്ണു, വാസുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.